വചനം ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പണസമ്പാദനത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുക. എന്നാൽ നമ്മൾ കേൾക്കുന്ന വചനവും നമ്മൾ പഠിക്കുന്ന വചനവും നമുക്ക് ലഭിക്കപ്പെട്ട വചനവും നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ ഈ വചനം കൊണ്ട് കർത്താവ് ഒരിക്കല് ഒരു ധനവാനായ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു. ആ ധനവാനായ വ്യക്തി തന്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കളപ്പുരയൊക്കെ എന്ത് ചെയ്യും? പൊളിച്ച് വലുതായിട്ട് പണിയും. എന്നിട്ട് ഇതിനകത്തെല്ലാം എന്ത് ചെയ്യും? കൂട്ടിവെക്കും. എന്നിട്ട് ഞാൻ തിന്നും, കുടിക്കും, ആനന്ദിക്കും. അന്ന് രാത്രിയിൽ അവനെ വിളിച്ചൊരു പേരുണ്ട്. എന്താ? മൂഢ. ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ കൂട്ടി വെച്ചതൊക്കെ ആർക്ക് ലഭിക്കും? ആരനുഭവിക്കും? ദൈവജനത്തിൽ മൂഢ എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം. സങ്കീർത്തനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അല്ലെ? അപ്പൊ മൂഢൻ അല്ലെങ്കിൽ എന്തുവാ? ഫൂളിഷ് മാൻ. അപ്പം ഈ ദൈവവചനം ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ല. നമ്മൾ ദൈവവചനം പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരെന്ന പേർ കിട്ടിയവരൊക്കെ ദൈവവചനം കൊണ്ട് അവരൊന്നും എന്ത് ചെയ്തില്ല? സമ്പാദിച്ചില്ല. ദൈവവചനം അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ കർത്താവ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണോ പൗലൂസിനെ കുറിച്ച് പഠിച്ചത്? ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പഠിച്ചത്. പൗലൂസ് പറഞ്ഞത്, ഞാന് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റെല്ലാത്തെക്കാളും അപ്പുറമായിട്ട് വലുതായിട്ട് ഞാൻ ആരെ കണ്ടു? ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിന്റെ വചനത്തെ കണ്ടു. അതാണ് യഥാർത്ഥ അപ്പോസ്തലന്മാർ. പോകട്ടെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വന്ന വിഷയം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര വാക്യം വായിച്ചായിരുന്നു? എത്ര വാക്യം വരെ വായിച്ചു നമ്മൾ പഠിച്ചു? 8 വരെ, അല്ലേ? ഓക്കെ. നമ്മൾ പഠിച്ചോണ്ടിരുന്ന വിഷയം ഏതാ? ആണോ? പരിശുദ്ധാത്മാവാണ്. യെസ്. സെപ്പറേഷൻ എവിടുന്നാ വന്നത്? എന്തുവാ പറയുന്നത് സെപ്പറേഷനെ കുറിച്ച്? അതല്ല ചോദിച്ചത്, അതാണ് സെപ്പറേഷൻ. ഞാനല്ലേ ചോദിച്ചത്. നമ്മൾ ഏത് വിഷയമായിരുന്നു പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ്? യെസ്, കല്ലുകളെ കുറിച്ച്. ആലയത്തിന്റെ പണി, ആലയത്തിന്റെ കല്ലുകൾ, ആലയത്തിന്റെ കല്ലുകളാകുന്ന ഓരോ വ്യക്തിയും, നമ്മൾ അതിനെക്കുറിച്ച് രക്ഷയെക്കുറിച്ച്, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെയും കൊണ്ടാണ് ദൈവം തന്റെ ദൈവസഭ എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണം. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഭ അല്ല, ആണോ? നമ്മുടെ ഇവിടുത്തെ AGO, IPCO, ചർച്ച് ബോർഡോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സഭയാണോ? അല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ അതേതാ? ദൈവസഭ. കർത്താവ് ചേർക്കാനായിട്ട് വരുന്ന സഭ. അതിന്റെ അംഗങ്ങളായിട്ടാണ് നാം തീരേണ്ടത്. അതിന്റെ കല്ലുകളായിട്ടായിരിക്കണം നമ്മൾ തീരേണ്ടത്. ഈ നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന സഭകളെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. നമ്മൾ പിന്നെ അതിന്റെ കൂട്ടത്തിൽ സഭ, ദൈവസഭ, ചർച്ചക്കോട് കൂട്ടിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതേതുമായിക്കോട്ടെ, അത് കത്തോലിക്ക സഭ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ വന്നാൽ എല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. മാനുഷിക നിയമങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ മാനുഷിക നിയമങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് ഏതാ? സഭയ്ക്ക് ഏത് നിയമങ്ങളാണ്? ദൈവ വചനത്തിനാണ്. വചനം വിട്ടുള്ള ഒന്നും എന്തല്ല.
ദൈവസഭ എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം, ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥ സഭ എന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥ ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന, നമുക്കറിയാം ശലോമോൻ ദേവാലയം പണിതേനൂടെ പറഞ്ഞു. എങ്ങനെയാ പണിതത്? ചുമ്മാ ഒരു ദിവസം കുറെ കല്ലും മണ്ണും എല്ലാം ഇറക്കി കട്ടയൊക്കെ ഇറക്കി പണി തുടങ്ങുമായിരുന്നു. പുള്ളിക്ക് ദൈവം പറഞ്ഞ മെഷർമെന്റ് അല്ലെ? പെട്ടകം ഉണ്ടാക്കാൻ നോഹയോട് പറഞ്ഞു, അളവ് വരെ പറഞ്ഞു കൊടുത്തു അല്ലെ? എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവസഭയുടെ ഉടമസ്ഥനാരാ? സ്വർഗത്തിലെ ദൈവം. നമ്മളെന്താ കല്ലുകൾ കൊണ്ട് ഇതിനെ എന്ത് ചെയ്തിരിക്കുക? പണിയുക. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു ക്രിസ്തു എന്ന മൂലക്കല്ല്. ആ കല്ലിന്മേലാണ് എന്ത് ചെയ്യുന്നത്? പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബേസ്മെന്റ് ഏതായിരിക്കണം? ബേസ് ഏതായിരിക്കണം? ക്രിസ്തുവായിരിക്കണം. ക്രിസ്തു എന്ന പാറമേൽ. നമ്മൾ ഇന്നിവിടെ പാടിയില്ലേ, ക്രിസ്തു എന്ന പാറമേൽ. പോകട്ടെ. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന സെപ്പറേഷൻ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മള് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച 8-ാം വാക്യമാണ്. വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനെ ജീവിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നത് നിരൂപിക്കുന്നില്ല. ഈ വാക്യം ശ്രദ്ധിച്ചോണം. 14-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. 14-ാം വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് അല്ലെ? എനിക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഇന്ന് പകൽ നമ്മൾ ഇറങ്ങിയതിന് ഒരു ലക്ഷ്യമുണ്ട്. പലർക്കും പല ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടോണ്ടിരിക്കുക. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ ഇറങ്ങിയതിന് ഒരു ലക്ഷ്യമുണ്ട്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ സെപ്പറേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് സെപ്പറേഷൻ എന്ന വിഷയത്തിലേക്ക് ദൈവം വിളിച്ചിറക്കിയ വ്യക്തിയാണ് അബ്രഹാം അല്ലെ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 11-ാം അധ്യായം വരെ നാഹോറിനെ കുറിച്ചും തേരഹിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അബ്രഹാമിന്റെ വിവാഹത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞ് വന്നിട്ട് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്. യഹോവയായ ദൈവം അല്ലെങ്കിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. കേട്ടോ? നോക്കിയേ, ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒന്നാമതായിട്ട് അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെ പിതൃഭവനം. നോക്കിയേ, ഇത് മൂന്നിന്റെയും പിടിയിലാണ് ആര് നിൽക്കുന്നത്? നിങ്ങൾ 10-ാം വാക്യം 11-ാം വാക്യം വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്. ഈ 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇവര് കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ പോവാം. നാഹോരിനെ കുറിച്ചും മിൽക്കയെ കുറിച്ചും സാറായിയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും തേരഹിനെ കുറിച്ചും ഒക്കെ അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. അവിടെ പറയുന്നു കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന്. അപ്പം ഇതിനകത്ത് അബ്രഹാം കിടക്കുക. ഈ അബ്രഹാമിനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം ഒന്നെടുത്തേ. നെഹമ്യാവ് 7-ാം അധ്യായം 1
അല്ല 9-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് 9-7 തൊട്ടൊന്ന് വായിച്ചേ. അബ്രഹാമിനെ ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇച്ചിരി വ്യക്തമായിട്ട് കുറച്ചുകൂടെ പറയുന്നുണ്ട്. അബ്രാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പിന്നെ എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? കൊണ്ടുവന്നു. അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായിട്ട് കണ്ടു. കേട്ടോ? അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. ഈ നമ്മള് വിചാരിക്കും അബ്രഹാമിന് പിന്നെ വിളിച്ചവർ ഞങ്ങളെ വിളിച്ചിരുന്ന എന്ത് ചെയ്തേനെ? ഞങ്ങളും എന്ത് ചെയ്തേനെ? പുറപ്പെട്ടു പോകുന്നേ. നമ്മൾ അബ്രഹാമിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ട്. അബ്രഹാം ഈ ഒന്നുമില്ലാത്ത വീട്ടിലെ ഒന്നും അല്ലായിരുന്നു. നമുക്കറിയാം അബ്രഹാമിന്റെ ഭവനം എന്ന് പറയുന്നത് ഹോൾസെയില് ദൈവങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഒരു കുടുംബമാണ്. ധനാഢ്യനായ ഒരു കുടുംബത്തിലുള്ള വ്യക്തി. ഇനി കൽദയ പട്ടണം എന്ന് പറയുന്ന ഊര് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഭയങ്കര ഫലഭൂഷ്ടമായ സ്ഥലമാണ്. അവിടെ ഒന്നിനും ഇവർക്ക് എന്തില്ലായിരുന്നു? ഒരു കുറവുമില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും കർത്താവിനെ വിളിക്കുന്നത് എന്തിനാണ്? നമ്മൾ കർത്താവിനെ വേണ്ടത് അപ്പോഴാണ് നമുക്ക് ആവശ്യം വരുമ്പോ, നമുക്ക് ആവശ്യം വരുമ്പോ, അതോ കർത്താവിന് ആവശ്യം വരുമ്പോഴാണ്? നമ്മളെപ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആരെ വിളിക്കും? എമർജൻസി വിളിക്കുന്ന പോലെ ഡയൽ ചെയ്ത് പെട്ടെന്ന് നമ്മള് വിളിക്കുന്നത്, കർത്താവെ എനിക്ക് പനിയാണ്, പനി പെട്ടെന്ന് എന്ത് ചെയ്യണം? മാറ്റണം. കർത്താവെ എനിക്ക് ഹാർട്ടിന് ചെറിയ വേദനയുണ്ട്, ഗ്യാസ് കയറിയ, എന്നാലും അറിയത്തില്ല, സൗഖ്യം വേണം അല്ലേ? കർത്താവ് ജോലിയിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ ആ പ്രശ്നമൊക്കെ എന്ത് ചെയ്യണം? എന്നുവെച്ചാൽ നമ്മുടെ ഒരു എന്തുവാ, നമ്മൾ പറയുമ്പോ പോയി കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ആരെ കണ്ടേക്കുന്നത്. നമ്മൾ അതിനാ കർത്താവിനെ എന്ത് ചെയ്തേക്കുന്നത്? അല്ലെന്ന് ആരെങ്കിലും പറയാം? അല്ല എന്നുള്ള പക്ഷമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ അതിനല്ല കർത്താവിനെ വെച്ചേക്കും. എന്നിട്ടാണ് എനിക്ക് അവരോട് ബാക്കി എന്തുകൊണ്ട് കാര്യങ്ങൾ ബൈബിളിൽ പറയാം. അപ്പൊ നമ്മൾ കർത്താവിനെ വിളിക്കുന്നത്, കർത്താവ് വിളിക്കുമ്പോ നമ്മളെ എന്ത് ചെയ്യത്തില്ല? കിട്ടാറില്ല. കിട്ടിയിട്ടുണ്ടോ? നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ, എന്റെ ആവശ്യത്തിന് വിളിച്ചപ്പോ നിന്നെ കിട്ടിയില്ല, ഇപ്പോഴെന്താ നീ വന്നേന്ന് ചോദിക്കും ഇല്ലേ? നമ്മളോട് ഇപ്പോഴും കർത്താവ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വിളിച്ചപ്പോ നമ്മളെ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. നമുക്ക് ആവശ്യം നമ്മൾ ഓടി എങ്ങോട്ട് ചെന്നു? കർത്താവിന്റെ അരികെ ചെന്നു. ചെന്നപ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോ നീ എവിടെ ആയിരുന്നു? തെളിവ് തരാം. നിങ്ങൾ സദൃശവാക്യം 3-ാം അധ്യായം വായിച്ചു നോക്കൂ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ വിളിക്കും, ഞാൻ ഉത്തരമരണത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. പോട്ടെ, ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിനെ വിളിക്കുന്നതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മളൊട്ട് ഫോൺ എടുക്കത്തുമില്ല. എന്നാൽ അബ്രഹാമിനെ ഈ നമ്മൾ വിളിക്കുന്ന പോലെ കർത്താവെ രക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞ്, എന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കണേ, സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ട്, ഒത്തിരി കടമുണ്ട്, പ്രശ്നമുണ്ട് എന്നൊന്നും പറഞ്ഞ് കർത്താവിനെ വിളിച്ച് ഇറങ്ങേണ്ട ആവശ്യമുള്ള ആള് അല്ലായിരുന്നു. ശ്രദ്ധിക്കണം. അബ്രഹാമിനെ കർത്താവ് വിളിച്ചപ്പോൾ
അബ്രഹാമിന് ഒഴിഞ്ഞു മാറാൻ ഒത്തിരി ചാൻസുകളുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സാമ്പത്തിക ആവശ്യത്തിന് കർത്താവിന്റെ പുറകെ ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. കല്യാണം കഴിച്ചതേ ഉള്ളൂ. കാരണം 11-ാം അധ്യായത്തിന്റെ ആ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമും പിന്നെ വേറൊരു പിള്ള സഹോദരനും കല്യാണം കഴിച്ചു. ഒരാളുടെ ഭാര്യയ്ക്ക് സാറായി എന്നും 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടില്ലേ? ഒരാളുടെ അടുത്തത് അബ്രഹാമും അല്ലല്ല 29 അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അപ്പൊ നോക്കിക്കേ, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവരിങ്ങനെ വളരെ സന്തോഷമായിട്ട് ഹണിമൂണും ഒക്കെ പോയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം പ്രശ്നങ്ങളുടെ പുറത്താണ് ആരെ കാണാൻ ഇറങ്ങിയത്. കർത്താവ് അത് തെറ്റൊന്നുമല്ല. പ്രശ്നങ്ങൾ വന്നപ്പോഴെങ്കിലും നമുക്ക് കർത്താവിനെ കാണാൻ പറ്റിയല്ലോ, നല്ല കാര്യം. ഞാൻ പറഞ്ഞത്, ഒരു ദിവസം അബ്രഹാമിനെ കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു, അബ്രഹാമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്, നിങ്ങൾ ആ വിട്ടെന്നുള്ള വാക്ക് ഓർത്തോണം, വിട്ട് പുറപ്പെടണം, ഞാൻ നിന്നെ കാണിപ്പാറ്റിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ശ്രദ്ധിച്ചേ, പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് നല്ല ലെവലില്, കല്യാണമൊക്കെ കഴിച്ചു, സുന്ദരിയായ ഭാര്യ, ഇങ്ങനെ പോകുക. പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞ, അബ്രാമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടണം. നമ്മൾ നല്ല കൂട്ടുകുടുംബമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം പറയുക, നിങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചോളൂ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കും. ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലിയൊന്നും ചെയ്യണം. സൗകര്യമാർക്ക് അന്ന് അടുക്കള കയറുക വേണ്ട, കറക്റ്റ് ഡൈനിങ് ടേബിളെ ഫുഡ് വരുന്നു, കഴിക്കുന്നു, സുഖം, തുണി കഴുകണ്ട, എല്ലാം ഓക്കെ, 1 രൂപ ചെലവില്ല, എല്ലാം കുടുംബ ചെലവിൽ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. മാറും? മാറത്തില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടണം. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ സെപ്പറേഷൻ. നമ്മുടെ കല്ലുകളെ കുറിച്ച് പഠിച്ചു. ഈ കല്ലെല്ലാം കൂടി ഇങ്ങനെ ഒട്ടിയിരിക്കും അല്ലെ? അതിൽ നിന്ന് വെട്ടി ഒരു കല്ലിനെ എന്ത് ചെയ്തു? മാറ്റുക മാത്രമാണോ ചെയ്തത്? പിന്നെ ഇവനെ എന്ത് ചെയ്തു? ചെത്തി അവനെ വെടിപ്പാക്കി ഒരുക്കിയെടുത്തു. ഒരുക്കിയെടുത്തിട്ട് വേറൊരിടത്ത് കൊണ്ട് ഇവനെ എന്ത് ചെയ്തു? സ്ഥാപിച്ചു, വെച്ചു. നോക്കണം, ഒരിടത്തുനിന്ന് കുഴിച്ചെടുത്തു, എടുത്ത കല്ല് വീണ്ടും എന്ത് ചെയ്തു? ചെത്തി ഷേപ്പാക്കി വേറൊരിടത്ത് എന്ത് ചെയ്തു? കൊണ്ടുവച്ചു. ശ്രദ്ധിക്കണം, ഈ കല്ല് അങ്ങോട്ട് കൊണ്ടുവച്ചോണ്ടേ കല്ലെല്ലാരെയും നോക്കി. അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ കല്ലിനെ എന്ത് ചെയ്തു? നോക്കിയപ്പോ ഉണ്ട് ഇതുപോലെ എന്റെ കൂട്ട് നല്ല ഷേപ്പുള്ള കല്ലുകളാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവസഭയിലേക്ക് വന്നു, നമ്മൾ നോക്കി, എല്ലാരെയും ഒന്ന് നോക്കിയപ്പോ എല്ലാരും പണ്ട് ഇപ്പൊ അങ്ങനല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, ആദ്യം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പെന്തിക്കോസിലായി എന്നുള്ളൊരു തെളിവെന്താ? എന്തോ അത് തന്നെ പറഞ്ഞു. പിന്നെ സഹോദരന്മാരാണെങ്കിലും മീശയെല്ലാം എന്ത് ചെയ്തു? ഞാൻ വന്നങ്ങോട്ട്
ഇരുന്നുണ്ടേ നോക്കി സഹോദരന്മാരെ എല്ലാം എന്റെ കൂട്ട് മുട്ട പൊളിച്ചുപോലെ ഇരിപ്പുണ്ട്. മീശയെല്ലാം പഠിച്ചു. പിന്നെ നല്ലൊരു ശതമാനവും വെള്ള മുണ്ടും വെള്ള ഷർട്ട്. സഹോദരിമാരെ എല്ലാം നോക്കി ആർക്കും കാതിലും കഴുത്തിലും ഒന്നുമില്ല. കൊള്ളാം. അപ്പം എന്റെ കൂട്ടാണ് എല്ലാം വന്ന് അവിടെ ഇരിക്കുന്നത്. ഇതാണ് അന്ന് തൊട്ട് നമ്മളെല്ലാം ചിന്തിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മീശ പഠിക്കുക, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ വെള്ള ഉടുപ്പിടുക, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ ആഭരണം എല്ലാം മാറ്റി നമ്മൾ ഇരിക്കുന്നു. ഇതാണ് എന്ത് രക്ഷ. സത്യത്തിൽ ഇതാണോ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്? അല്ല, കാരണമുണ്ട്. ഞാൻ അതിലേക്ക് വരുവാ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ബാക്കിയൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, കണ്ടില്ല. അപ്പം ഈ വന്നവരെല്ലാം എന്താ ചിന്തിച്ചേ? ഈ വരുന്നവരെല്ലാം എന്താ ചിന്തിക്കുന്ന? പിന്നെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യമായിട്ട് കുറെ മാറ്റമുണ്ടാകും. ദൈവമക്കളെ, ബാഹ്യമായിട്ട് മാറ്റം വരുന്നതിന് മുൻപേ മാറ്റം എവിടെ വരണം? അകത്ത് വന്ന് നമ്മൾ പറയത്തില്ലേ, ഹൃദയത്തിന്റെ കണ്ണാടിയാണ് ഏതാണ് മുഖം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾക്ക് മാറ്റം വന്നു എന്നുള്ളതിന്റെ തെളിവായിരിക്കണം ഏത്? ഈ മുഖത്തും ഡ്രസ്സിലും കാതിലും കഴുത്തിലും നിങ്ങൾ കാണിച്ചത്. മനസ്സിലായോ? പണ്ട് ബെസ്വറതാ പറയാനുണ്ട്, എന്തിന് ഇതെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം അവർക്ക് മാറ്റം ഇവിടെ അല്ല വന്നത്, ഇതിലല്ല വന്നത്. അവർക്ക് മാറ്റം എവിടെ വന്നു? ഉള്ളിൽ വന്നു. വന്നതിന്റെ പ്രതിഫലനം വെളിയിൽ വന്നു. പണ്ട് അകത്തുനിന്ന് മാറ്റം എവിടേക്ക് വന്നു? പുറത്തേക്ക് വന്നു. ഇന്ന് നമുക്ക് മാറ്റം എവിടെ വന്നു? പുറത്ത് മാത്രം വന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്. പണ്ടിവരിത് മാറി. എന്തിനാ മാറിയത്? ചുമ്മാ ഒരു ദിവസം അവർക്ക് തോന്നി ഇനി കളർ ഷർട്ട് ഇടണ്ട, കൈയൊക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചോണ്ടൊക്കെയാ പോയത്. ഇങ്ങനെ വെച്ച് എന്നാ ഇതൊക്കെ എന്താ അഴിച്ചങ്ങോട്ടിട്ട് ഫുൾ സ്ലീവ് ഇട്ട് പോകാം, വെയിലും അടിക്കത്തില്ല, ഒരു രസമുണ്ട് കാണാൻ, അതിനാണ്. അല്ല, അകത്ത് മാറ്റങ്ങൾ വന്നപ്പോൾ അതിന്റെ പ്രതിഫലനം വെളിയിൽ കണ്ടു. അതായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. നമുക്ക് മാറ്റം നമ്മുടെ ഉള്ളിൽ വരണം. മനസ്സിലായോ? അബ്രഹാമിന് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ 12-ാം അധ്യായത്തിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. രണ്ടാമത്തെ പാരഗ്രാഫ് പഴയ ബൈബിളില് 10-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി, ശ്രദ്ധിച്ചേ. ഈ അബ്രഹാം എവിടുന്നാ ഇറങ്ങിയത്? ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണോ? അല്ല. എല്ലാം ഉള്ളിടത്ത് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിച്ചു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം എന്ത് ചെയ്തു? ഇറങ്ങി. അബ്രഹാം ഇറങ്ങി, യാത്ര തുടങ്ങി അല്ലെ? കേവലം 9 വാക്യം കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ വായിച്ചത്? ദേശത്ത് ക്ഷാമമുണ്ടായി. അടുത്ത പറയുന്നത് അബ്രഹാം എന്ത് ചെയ്തു? മിസ്രൈമിൽ ചെന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ ക്ഷാമം ആരെ ബാധിച്ചു? അബ്രഹാമിനെ ബാധിച്ചു.
അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്ത് വന്നു? ഇല്ലായ്മയുടെ നാളുകൾ എന്ത് ചെയ്തു? വന്നു. നിങ്ങൾ ചിന്തിച്ചേ, ഈ അബ്രഹാമിന് ഇപ്പൊ ഇത് വന്നത് എങ്ങനെ? ഈ ഇല്ലായ്മ വന്നത് എന്തുകൊണ്ടാ? തന്നോട് പറഞ്ഞതെന്താ? ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനം വിടണം. ഇപ്പൊ പുള്ളിയുടെ ഒന്നുമില്ല. ദേശത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനം വിട്ടു. ഇനി പുള്ളിക്ക് എങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മയാണെങ്കിലും ഇറങ്ങിയെടുത്തോട്ട് പിന്നെ എന്ത് ചെയ്യരുത്? പോകരുത്. ഈ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ വിട്ടതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകാൻ വകയുണ്ടായിരുന്നു. വായിച്ചേ. അതിന്റെ അർത്ഥം തന്നെ മതി, ഒരു മിനിറ്റ് വെച്ചു. അതിന്റെ അർത്ഥം തന്നെ അതിന്റെ അർത്ഥം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചോണം. അതിന്റെ വാക്യം എന്താ? എബ്രായ ലേഖനം 11-ന്റെ മലയാള വാക്യട്ടെ. കണ്ടോ? അവർ വിട്ടു പോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അതിന്റെ അർത്ഥം തന്നെ ഈ ക്ഷാമം വന്നപ്പോ അബ്രഹാം വിചാരിക്കുക, കർത്താവ് വിളിച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു മൂച്ചിന് ചാടി, പിന്നെ 7 മൂച്ചിന്, മൂച്ചെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ആ തിളപ്പ്, 7 മൂച്ചിന് തിരിച്ചു കയറാൻ പറ്റാതെ വന്നു എന്നുള്ള ഒരു പരുവത്തിൽ ഇപ്പൊ ആര് നിൽക്കുന്നത്? അബ്രഹാം ചിന്തിക്കുക, ഈ പുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പൊടിയൽസണ്ട് ചിന്തിച്ച പോലെ എന്റെ അപ്പന്റെ ഭവനത്തിൽ ഇപ്പം അനേക ജോലിക്കാര് വേലക്കാര് ഭക്ഷിച്ച് ഭക്ഷണം തൃപ്തിയാക്കുന്നു, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും. അത് വേറൊരു കോണ്ടസ്റ്റ് ആണ് കേട്ടോ, അത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഞാൻ പറഞ്ഞേ. ഇതുപോലെ അബ്രഹാം ചിന്തിക്കുക, തിരിച്ച് പോയിരുന്നെങ്കിൽ എന്ത് കിട്ടിയാനെ? എന്ത് കിട്ടിയാൽ? ഈ ക്ഷാമം നേരിടാനുള്ളതെല്ലാം അപ്പന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യായിരുന്നു? കൊണ്ടുവരായിരുന്നു. ഇനി എത്ര ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും തിരിച്ചു ചെന്ന് എനിക്ക് ക്ഷാമമാണെന്ന് പറഞ്ഞാൽ ഏത് സഹോദരങ്ങളും എന്ത് ചെയ്യും? നീ തിരിച്ചു വന്നല്ലോ, ഇപ്പൊ മനസ്സിലായോടാന്നൊക്കെ പറഞ്ഞേച്ചേ 4 ചാക്ക് നെല്ലും ഒക്കെ എന്ത് ചെയ്യും? പറയാം, വണ്ടിക്കകത്ത് കയറ്റി അവിടെ കൊടുത്തു വിടും. കാരണം എന്താ? ഇവൻ തിരിച്ച് വന്നല്ലോ. നോക്കിക്കേ, അബ്രഹാം അവിടെ പറയും ദേശത്ത് ക്ഷാമമുണ്ടായി, കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ. കണ്ടോ? അതിന്റെ അർത്ഥം വിട്ടുപോകുന്നതിനെ പിന്നെ അവരെന്ത് ചെയ്തില്ല? ഓർത്തില്ല. അപ്പൊ നമുക്കെല്ലാം ഒരു വിട്ടുപോകൽ ആവശ്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിട്ടുപോകുന്നോ, സെപ്പറേഷൻ നമുക്കുണ്ടോന്ന്. ഇത് ഞാൻ പറയുന്നില്ല, കർത്താവിന്റെ വചനം പറയുന്ന. എങ്കിൽ മടങ്ങി പോകുവാൻ അങ്ങനെ വായിക്കരുത്, ഇടയുണ്ടായിരുന്നുവല്ലോ. അതിന്റെ അർത്ഥം തന്നെ സാധ്യത ഉണ്ടായിരുന്നല്ലോ അല്ല, അതാണ് അതിന്റെ അർത്ഥം. ഉണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി പോയില്ലെന്ന്. ഉണ്ടായിരുന്നുവല്ലോ, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? പോയില്ല. അടുത്ത വാക്യം എന്താ പറയുന്നത്? എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ അവരോ അധികം നല്ലതിനെ. കണ്ടോ? എന്താ ഇവര് വിട്ടുപോകാഞ്ഞെന്നുള്ളതാ. അവരോ അധികം നല്ലതിനെ. ഇനി അധികം നല്ലതെന്ന് ഇവര് പറയുന്നത് ഭൂമിയിലെ ഒന്നും അല്ലെന്ന് എടുത്ത് കാണിക്കുക.
സ്വർഗീയമായതിനെ തന്നെ. അതിന്റെ ഇവിടെ ഒരു കോമ ഇട്ടേക്കുന്നത്. ഇതിനാണ് ഇമ്പോർട്ടൻസ്. കണ്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വെക്കി സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. എന്തുകൊണ്ട് അവർ തിരിച്ചങ്ങോട്ട് പോകാനെന്നറിയോ? അബ്രഹാം എന്തുകൊണ്ടാ തിരിച്ചു പോകാനെന്നറിയോ? ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് അബ്രഹാം തിരിച്ചു വേണമെങ്കിൽ വീടിനെ ഓർത്ത്, കുടുംബത്തിലെ സമ്പത്ത് ഓർത്തിട്ട് അബ്രഹാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? തിരിച്ചു പോകായിരുന്നു. ഇന്നായിരുന്നെങ്കിൽ അബ്രഹാംമാര് പറഞ്ഞേനെ, ഞാൻ വിചാരിച്ച് എന്നെ വിളിച്ചപ്പോ ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ വന്നിപ്പോ അവിടുത്തെ ഇല്ല ഇവിടുത്തെ ഇല്ലാത്ത പരുവത്തിലാക്കിയില്ല കർത്താവ്, എന്നോട് ഈ ചതി എന്ന് പറഞ്ഞ് നമ്മൾ പിറുപിറുത്തായി. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ കുറിച്ച് പറയുന്നത്, അവർ വിട്ടുപോകുന്നതിന് എന്ത് ചെയ്തില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിൽ അവർക്ക് കിട്ടിയ വെളിച്ചം എന്താന്ന് ചോദിച്ചാൽ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. പൗലോസ് അതല്ലേ പറഞ്ഞത്? അല്ല, നമ്മൾ അതിന്റെ 8-ാം വാക്യത്തിലാണെന്ന് നമ്മൾ എന്താ വായിച്ചത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിലേഖനത്തിലെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എന്ത് ചെയ്തു? നോക്കിക്കേ, ഇവിടെ പറയുന്നത് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. കണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ദൈവമക്കളെ, നമുക്ക് ഒരു ദൈവ പൈതൽ നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കണം. പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ, ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞല്ലേ തിരിച്ചറിവ് അല്ലെ, ജ്ഞാനം, അറിവ് അല്ലെ. ഈ കിട്ടിയ ജ്ഞാനത്തെ എങ്ങനെ അത് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഏത്? പരിജ്ഞാനം അല്ലെ. ചിലർക്ക് ജ്ഞാനമുണ്ട്, കിട്ടിയ ജ്ഞാനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ പറയത്തില്ല ഇവന് പരിജ്ഞാനമില്ലെന്ന് പറയത്തില്ല. ചിലർക്ക് പരിജ്ഞാനമുണ്ട്, പക്ഷെ ജ്ഞാനമില്ല. പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഛേദമെന്ന് എണ്ണി. അപ്പൊ ഈ പൗലോസിന് പ്രസംഗമല്ലായിരുന്നു വലുത്. ഈ പൗലോസിന് ഇത്ര പേരെ ഞാൻ സ്നാനപ്പെടുത്തി എന്നുള്ളതല്ലായിരുന്നു പൗലോസിന്റെ വിഷയം. പൗലോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാന് സ്നാനപ്പെടുത്തുക എന്നുള്ളതല്ല എന്റെ ഡ്യൂട്ടി, സുവിശേഷം അറിയിക്കുക. സ്നാനപ്പെടുത്താൻ ഇഷ്ടം പോലെ ആളുകൾ വേറെ ഉണ്ട്, അവര് പഠിപ്പിക്കോട്ടെ. എന്റെ ഡ്യൂട്ടി എന്നാ? ഈ സുവിശേഷം എന്ത് ചെയ്യുക. എനിക്ക് അപ്പോസ്തല പ്രവൃത്തിയിലാണ് തോന്നുന്നു പൗലോസ് അങ്ങനെ പറയുന്നത്. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പൗലോസ് പറയുക, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇവിടെ പൗലോസ് പറയുക, ക്ഷമിക്കണം, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ക്ഷാമം വന്നപ്പോൾ ഈ സെപ്പറേഷൻ വിട്ട് മടങ്ങിപ്പോയില്ല?
ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലോകത്തിലെ ഏത് പ്രശ്നങ്ങളെക്കാളും വലുതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. മനസ്സിലായോ? ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തെക്കാളും വലുതായിരിക്കണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. നമ്മുടെ ജീവിതത്തിൽ സെപ്പറേഷൻ. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, ദേശത്ത് ക്ഷാമമുണ്ടായി. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നു. ചെറിയ ക്ഷാമമല്ല, കഠിനമായ ക്ഷാമം. നിങ്ങൾ വായിച്ചോ, 12:10 ജെനസിസ് ചാപ്റ്റർ 12:10. അവിടെ പറയുന്നു ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നു. ശ്രദ്ധിക്കണം, അബ്രഹാം തിരിച്ചു പോയില്ല. അബ്രഹാമിന് അറിയാം എന്നെ വിളിച്ചത് ആരാണ്. ദൈവമക്കളെ, ഈ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട്, കർത്താവ് നമ്മെ വിളിച്ചിട്ട് നാം ഇറങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായത്? നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായി? എന്തെങ്കിലും ഉണ്ടായി? ഒറ്റപ്പെടുത്തൽ. പിന്നെ നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഈ അബ്രഹാം, ഈ ബൈബിളിൽ അതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും അബ്രഹാം ഈ വിളി കേട്ട് ഇറങ്ങിയപ്പോഴേ വീട്ടുകാർ ഒന്നടങ്കം അബ്രഹാമിനോട് എന്ത് ചെയ്തതാണ്? എതിർത്ത് പറഞ്ഞു കാണും, അബ്രഹാം നീ മണ്ടത്തരം എന്ത് ചെയ്തത്, എങ്ങാണ്ട് ഒരു ദൈവം നിന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ എത്ര ദൈവങ്ങൾ നിനക്ക് ഇഷ്ടമുള്ള വേണേ എടുത്തു. കാണാൻ കൊള്ളാവുന്നതും വണ്ണമുള്ളതും നീളമുള്ളതും ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതുമായ ദൈവങ്ങളാണ് നമ്മുടെ കയ്യില്. അതെ, ഇനി ഇതൊന്നും പോരാക്കി ഇതിനെക്കാട്ടി ബെസ്റ്റ് ഒരു സാധനം ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഉണ്ടാക്കിത്തരാം. ഇത് കൂടാനിട്ടാണോ നീ പറയുന്നത് എവിടോ ഒരു ദൈവം നിന്നോട്? നീ കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ഇല്ല, നീ കേട്ടത് മാത്രമായി പറയുന്നത്. വേണേ ചോദിക്കും, ഈ പറഞ്ഞ ഞങ്ങളോടെന്താ ഈ ദൈവം പറയാഞ്ഞ്? നിനക്കെന്തോ ആൾക്കാർ വന്ന് വെളിപാട് കിട്ടിയാന്ന് പറയും. വെളിപാടല്ല, വെളിപ്പാട്. ചിലർ വെളിപാട് കിട്ടി, വെളിപാടില്ല, വെളിപ്പാട് നിനക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചുമ്മാ നിന്റെ മനസ്സിന്റെ തോന്നലുകളാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ പലരും ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോ ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് കാണും? കളിയാക്കി കാണും, പറഞ്ഞു കാണും. ചുമ്മാ നിങ്ങളുടെ പുറകിലൊന്നും എന്ത് ചെയ്യരുത്, പോകരുത്. എനിക്ക് തോന്നുന്നു ഇന്നാണെങ്കിൽ ആൾക്കാരൊന്നും മടിക്കും. കാരണം ഇന്നൊരു വല്ലാത്ത പരുവത്തിൽ കിടക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, അതിന്റെ മധ്യത്തിലും യഥാർത്ഥമായിട്ട് ദൈവവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ അടുത്ത വാക്കിയിട്ട്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ അവരെന്ത് ചെയ്തു? അവർ കാക്ഷിച്ചിരുന്നു. ദൈവമക്കളെ, നമുക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കടഭാരം മാറാനാണ് യേശുവിനെ കണ്ടതെങ്കിൽ, കടഭാരം മാറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? എന്തെയും കടഭാരം മാറിയില്ല എന്തോ ചെയ്യും? തിരിച്ചു. ഇനി മാറിയാലും കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യും? ഇതിനേക്കാൾ വലിയ പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും? തിരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമായി യേശുവിനെ കണ്ടതെങ്കിൽ, ഒരു രോഗം സൗഖ്യമായി അടുത്ത രോഗം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിശ്വാസം. അതുപോലെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു.
പക്ഷേ നിങ്ങൾ ഈ അധികം നല്ലതിന് സ്വർഗീയമായതിനെ കാംക്ഷിച്ചിട്ടാണ് ഈ ലോകത്തിലെ ജീവിതം 7-10 ഏറെയായാൽ 80 അതിന്റെ പ്രതാപം എന്ന് പറയുന്നത് കഷ്ടവും പ്രയാസവും ദുഃഖവും സങ്കടവുമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസത്തിന് തുല്യമത്രേ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചതൊന്നും നിങ്ങളുടെ കൂടെ വരത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ ഈ മരണത്തിന് അപ്പുറത്തൊരു നിത്യതയുണ്ടെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ അതാണിത്. നിങ്ങൾക്ക് രോഗം സൗഖ്യമായില്ലെങ്കിലും നിങ്ങളുടെ കടഭാരം മാറിയില്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? തിരിച്ചു പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ഈ ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പ്രസംഗകർക്ക് ജനത്തിന്റെ ഉള്ളിൽ ഈ വെളിപ്പാട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഭാ നേതൃത്വത്തിന് ദൈവമക്കളുടെ ഉള്ളിൽ ഈ ഒരു വെളിപ്പാട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇവരെ നേടി എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ തെറ്റുണ്ടെന്ന് പറയാം. കടഭാരം മാറത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടി ആരെയും കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യരുത്? കൊണ്ടുവരരുത്. മാറ്റി നിശ്ചയമായും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയും. പക്ഷേ തന്നില്ലെങ്കിലും യഹൂദ ബാലന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? വിടുവിക്കാൻ കഴിയും. ഇനി അടുത്ത ശ്രദ്ധിച്ചോണം, ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ബിംബത്തെ എന്ത് ചെയ്യത്തില്ല. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഈ തീച്ചുളയിൽ നിന്ന് കേവലം ഒരു വിടുതലാണോ ഇവർക്ക് വേണ്ടത്? അവർക്ക് വേണം. പക്ഷേ ഇനി അതുകൊണ്ട് അങ്ങ് തീരുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് എന്തല്ല. ഈ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് പഴയ നിയമത്തിലെ കാര്യമായി പറഞ്ഞത്. അല്ലെങ്കിലും സേവിക്കത്തില്ല. ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടുന്ന വെളിപ്പാടിതാ. ഈ വെളിപ്പാടിനെയാണ് ജനത്തിന് കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അല്ലാതെ കുറെ പ്രോസ്പെരിറ്റി പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രോസ്പെരിറ്റി നിങ്ങളെ ഞാനല്ല കൊടുത്ത പുള്ളികളൊക്കെ പറയുന്നത് ഇപ്പൊ അതാ, ഞങ്ങൾ പ്രാർത്ഥിച്ചിപ്പോ എന്ത് ചെയ്യും? നിർത്തും. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഒരു മനുഷ്യൻ ഈ വെളിപ്പാടിനെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇരിക്കുന്ന പ്രോസ്പെരിറ്റി ഒക്കെ വല്ലവരും ഒക്കെ ചില തട്ടിക്കൊണ്ട് പോയേക്കാം. പക്ഷെ ഈ വെളിപ്പാടുണ്ടെങ്കിൽ ഈ വെളിപ്പാടിന് ഒറ്റ മനുഷ്യരും ഒറ്റ ഉപദേശിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ പുള്ളി കൊടുത്തോണ്ടല്ലയോ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും? ക്യാൻസൽ ആക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബ്ലോക്ക് ഇട്ടെന്ന്, ഞാൻ ബ്ലോക്ക് ഇട്ടെന്നല്ല, ഐ ബ്ലോക്ക് ഇറ്റ്. എടാ, കർത്താവ് തന്ന വെളിപ്പാട് നിന്റെ ഉള്ളിൽ വന്നാൽ, എന്റെ ഉള്ളിൽ വന്നാൽ, ഇതിനെ മാറ്റാൻ കഴിവുള്ള ഒരുത്തരും ലോകത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ജനിച്ചിട്ട്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ദൈവസഭകൾ ദൈവജനത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ട വെളിപ്പാടില്ല.
ലേഖനത്തിലെ വാക്യം. ഏത് സഭയായിക്കോട്ടെ, ഏത് പള്ളിയുമായിക്കോട്ടെ, യേശുവിന്റെ പേരിലാണല്ലോ ഈ പരിപാടിയല്ല. ഈ സ്വർഗീയമായതിനെ കാക്ഷിക്കുവാനുള്ള ഒരു വെളിപ്പാട്. ബാലന്മാർ പറയുന്നത്, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ തീച്ചുളയിൽ നിന്നൊക്കെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ്. ഇനി സേവിച്ചു നിൽക്കുന്ന ഈ ദൈവം ഞങ്ങളെ തീച്ചൂളയിൽ കൊണ്ട് അങ്ങ് തീർക്കാനാണ് ശ്രമിക്കുന്നത്. അവർ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? അങ്ങനെയാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരെന്തല്ല, ഒരു പ്രശ്നമേ അല്ല. കാരണം തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടവരാ? മരിക്കേണ്ടവരാ. ഈ ലോകത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതാ? മാറ്റപ്പെടേണ്ടവരാ. നമുക്കറിയാം, ഈ കർത്താവിന്റെ അപ്പോസ്തലന്മാരായിട്ട് ശിഷ്യന്മാരായിട്ട് ഇറങ്ങിയവരില് എത്ര പേർക്ക് നല്ല ഭരണം കിട്ടി? ഒറ്റ ഒരാൾക്കേ കിട്ടിയുള്ളൂ, ഇല്ലേ? ബാക്കി 11 പേർക്ക് എന്താ കിട്ടിയത്? പല രീതിയിൽ അവർ കൊല്ലപ്പെടുവായിരുന്നു, മറ്റ് ഉള്ളവരുടെ കയ്യാൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? മരിക്കുമായിരുന്നു. ഇവരെ ഒക്കെ കൊല്ലുന്നതിന് മുമ്പേ ഇവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുവാ? ഈ വിശ്വാസത്തിന് പിന്മാറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? ജീവിക്കാം. അല്ല, ഇത് നിൽക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. അപ്പൊ ഇവരെല്ലാം ചിന്തിച്ച ഒരു കാര്യം ഞാനൊക്കെ പറയാം, എന്റെ ചിന്ത പറയുക. ഈ വിശ്വാസം തള്ളി പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചാലും മാക്സിമം 10 or 25 വർഷം കൂടെ ജീവിക്കും. അത്രയും തന്നെ കാണത്തില്ല, ജീവിക്കും. എന്നാൽ ഇപ്പോഴേ എന്ത് ചെയ്യാം? നമ്മളൊരു പാട്ട് പാടത്തില്ല, സ്വർഗഭാഗ്യം എത്ര യോഗ്യം. ബാക്കി എന്തോ ആർക്ക് വർണ്ണിക്കാം? സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർത്താൽ എന്റെ ഉള്ളം ആനന്ദിക്കുന്നു. അങ്ങനെ കണ്ടു പറഞ്ഞു. വാഞ്ചിക്കുന്നു. ഓക്കെ, ഞാൻ അത് പാടാനല്ല, അടുത്തൊരു ഭാഗമുണ്ട്. മുൻപേ മുൻപേ പോയിരുന്നു ഭാഗ്യമുള്ളവർ, അവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായി. ഞാൻ ചോദിക്കട്ടെ, മുമ്പേ പോയവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായി. അപ്പൊ ഒരു ചോദ്യം, മുമ്പേ പോകാൻ താല്പര്യമുള്ള കൈ നോക്കുക. നമ്മൾ പാടും, മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ, മഞ്ഞിലുള്ള കഷ്ടം സ്വസ്ഥരായിടും. നമ്മൾ പാടാനൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. പാസ് സ്വർഗത്തിൽ പോയാലേ നിങ്ങൾ ആരും പോകുന്നില്ല. നമ്മുടെ ആഗ്രഹമായി കൊച്ചുമോളെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. കൊച്ചുമോളെ കാണുമ്പോൾ പെങ്കൊച്ചല്ല, ഇനി അവിടെ കല്യാണവും കൂടെ കഴിച്ച് പോകാന്നൊക്കെ നമ്മുടെ ആഗ്രഹം. അതിപ്പോ പാസ് ആയാലും അതൊക്കെ ചിന്തയാ. കല്യാണം കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞ ഉടനെ പറയണം നമുക്കൊരു കൊച്ചുകൂടെ ജനിച്ചിട്ട്. അല്ല, അത് നമ്മൾ മനുഷ്യരായിട്ട് നമ്മുടെ എല്ലാം ചിന്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്യാൻസർ വന്നെങ്കിൽ അറ്റം പറ്റി കിടക്കുക, ഡോക്ടർ വന്നേച്ച് പറയുക നിങ്ങൾ മരിച്ചു ഒരു മാസവും കൂടെ ഉള്ളു പറഞ്ഞാല്, എന്തായാലും 1 മാസം കൂടെ ഉള്ളല്ലോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ആരും പറയലും സാർ, ഓ രക്ഷപ്പെട്ടു, 1 മാസം കൂടെ കഴിഞ്ഞാൽ ഞാന് മരിക്കുമല്ലോ. അത്ര വേദനയും ഒക്കെ നിവർത്തിക്കില്ലെങ്കിൽ പറയും ഇപ്പൊ തന്നെ എന്നൊക്കെ പറയും.
പണ്ട് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഈ ഒരമ്മച്ചി, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരമ്മച്ചി എന്നും ഈ നമ്മുടെ അമ്മച്ചിമാർക്ക് ഒക്കെ, നിങ്ങൾ വല്യമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്ന അറിയാം, വെളുപ്പിന് എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കാല്, എന്റെ വല്യമ്മച്ചിമാരൊക്കെ കണ്ടിട്ട് ഈ കാലൊക്കെ അങ്ങോട്ട് കട്ടിലോട്ട് പൊക്കി, ഒരു കാല് താഴെയും ഒരു കാല് കട്ടിലെ നീട്ടി വെച്ച് ഇങ്ങനെ തിരുമിക്കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. കാല് വെക്കാത്തോണ്ട് ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ വന്നിരുന്നെങ്കിൽ ഈ കഷ്ടമെല്ലാം വിട്ടങ്ങ് പോകായിരുന്നു, എന്നും അമ്മച്ചി ഇതാ പ്രാർത്ഥന. അപ്പൊ അമ്മച്ചിയുടെ കൊച്ചുമോൻ ഒരു വില്ലനുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കട്ടിലിന്റെ ഇച്ചിരി അപ്പുറത്തോട്ട് മാറി ഇത് മേളി അലമാരയുടെ മേളിൽ കയറുന്ന ടോർച്ച് ഇങ്ങനെ അടിച്ച് ചേച്ചി പറഞ്ഞു, മകളെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ പോകും. അമ്മച്ചി പറഞ്ഞില്ല, പൊന്നു കർത്താവ്, ഞാൻ വെറുതെ ഒരു കാര്യമൊന്നും പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് നീ എന്തിന്? അപ്പൊ ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹങ്ങളും. അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നിയെങ്കിലും, നമ്മൾ ഈ പാട്ടൊക്കെ പാടുമെങ്കിലും, അതൊക്കെ പണ്ട് ഭക്തന്മാർ ആഗ്രഹം ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്? അപ്പോഴേ പാട്ടാ അവരെഴുതി വെച്ചതാ. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, മുമ്പേ പോയിരുന്നെങ്കിൽ മണ്ണിലുള്ള കഷ്ടതകൾ വിട്ട് ഞങ്ങൾ ആരായാലേ സ്വസ്ഥരായേനെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവരത് എഴുതി പാടി. പിന്നെ വന്ന് നമ്മൾ ആ തലമുറ നമ്മളെന്ത് ചെയ്തു? ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലൈക്ക് കിട്ടാനും വ്യൂസ് കിട്ടാനും യൂട്യൂബുകാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാനും വേണ്ടി ഇത് ചൂടെ വൃത്തിയായിട്ട് പാടി നമ്മളെന്ത് മേടിച്ചു? അപ്പോ ലൈക്ക് മേടിച്ചു. യൂട്യൂബുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കാശ് കിട്ടി. മുമ്പേ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും താല്പര്യമുണ്ടോ? പക്ഷേ ഈ മഹർഷിമാരൊക്കെ അവരൊക്കെ എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഹിമാലയത്തിന്റെ മുകളിൽ ഇങ്ങനെ വലിയ സ്ഥലങ്ങളിലൊക്കെ തനിച്ചു പോയിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ ഭൂമിയെ പറ്റിയും ഈ ലോകത്തെ പറ്റിയും ചിന്ത കാണും. കാരണം അവർ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അല്ല, അവര് പോയിരുന്നത് എന്തിനാ? അവരുടെ കാര്യം നേടാന്. അവരവിടെ പോയിരുന്ന അവര് മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ ഇല്ല നമുക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അല്ല, ഞാൻ നമ്മുടെ കാര്യം ചോദിച്ചത്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുമോ? പോട്ടെ, പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? മരിക്കുക എന്നാ പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ദേഷ്യമൊന്നും ചോദിച്ചില്ല. അപ്പൊ ദേഷ്യം നമ്മുടെ ജീവിതത്തിലുള്ള അല്ലേ? അന്നേരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും വായിച്ച പത്രോസ് ലേഖനത്തിൽ അത് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് പത്രോസ് ലേഖനത്തിലാണെന്നാണ് എന്റെ വിശ്വാസം. അല്ല, യാക്കോബിന്റെ ലേഖനത്തിൽ കേട്ടോ. മൂന്നിന്റെ 5 1-ന്റെ 26. ചെറിയ അവയവം പറയുന്നു, എത്ര വലിയ കാടി കത്തിക്കുന്നു, നാവ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനേക യോഗമായി ദേഹത്തെ മുഴുവൻ മലിനമായി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്തെ തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഇവയെല്ലാ മനുഷ്യജാതികളും മെരുങ്ങിയിരിക്കുന്നു. അവനെയോ മനുഷ്യർക്കാർക്കും മതിക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവ് പിതാവായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാഹചര്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരൻ
ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കൈപ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്യാവശ്യം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. മതി. നോക്കിക്കേ, ഇനി 1:26 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തരെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നോക്കിക്കേ, ഇവിടെ പറയുകയാണ്, ഈ നാവിന് കടിഞ്ഞാണിടാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, മെരുക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല, അല്ലേ? ഈ ചെറിയ നാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ചെറിയ തീയ വലിയ കാട് കത്തിക്കുന്നു. ഇതുപോലെ നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി കണ്ടോ. അപ്പൊ ഈ നാവ് വിചാരിച്ച നമ്മളെ എവിടെ കൊണ്ടെത്തിക്കാം? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നാവ് ഒരു തീ തന്നെയാണ്. ചെറിയ അവയവങ്ങളാണെങ്കിലും അതെന്താണ്? ഇപ്പൊ ശ്രദ്ധിച്ചോണം, നമ്മുടെ നാവ് എന്താ? ഈ ചെറിയ അവയവം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഈ ശരീരത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്? നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നിത്യത നഷ്ടമാക്കി കളയാൻ ആര് വിചാരിച്ചാലും പറ്റും. ഈ ചെറിയ അവയവമായ നാക്ക് വിചാരിച്ചാലും പറ്റും. അപ്പൊ ഇത് ചെറിയ അവയവമാണെങ്കിലും നമ്മുടെ ഈ ശരീരത്തെ എവിടെ കൊണ്ടെത്തിക്കാൻ ഇതിന് പറ്റും. അപ്പൊ നോക്കിക്കേ, നമ്മൾ അതിന്റെ 1:26 എന്നാ വായിച്ചത്. ഒരുവൻ തന്റെ നാവിന്, യാക്കോബ് ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ തന്റെ ഭക്തി വ്യർത്ഥമത്രേ. കണ്ടോ, ഒരു പറയുകയാണ്, തന്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ, തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി. അടുത്തതാ പറഞ്ഞേ? പിതാവായ ദൈവത്തിന് മുമ്പാകെ മതി. നമ്മൾ വായിച്ച അടുത്ത 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. നമ്മുടെ ഈ ശരീരത്തെ, ഈ ചെറിയ അവയവത്തിന് എവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും? നരകത്തിൽ. എന്നുവെച്ചാൽ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും. അടുത്തത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വക എല്ലാ മനുഷ്യജാതിയോടും മരുങ്ങുന്നു, മരുങ്ങിയിരിക്കുന്നു. കണ്ടോ, നാവിൽ നമ്മൾ ആനയെ മെരുക്കും, ഇല്ലേ? ആനയും നാവും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് വലിപ്പത്തിന്? അത്രേ ഉള്ളോ? നിങ്ങൾ ചിന്തിച്ചേ, ആനയെ നമ്മൾ പോട്ടെ, ആന സ്വാഭാവികം. ഈ സിംഹത്തെ ആൾക്കാർ മരിക്കത്തില്ല. ഈ ഗൾഫിലൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പുലിയെയും പിന്നെ എന്തുവാ കടുവായും സിംഹത്തെയൊക്കെ പെരക്കകത്ത് വളർത്തുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഈ സിംഹത്തെയൊക്കെ, കടുവായും പുലിയും ഒക്കെ പോട്ടെ, സിംഹത്തെ നമ്മൾ കണ്ടിട്ടില്ലേ സർക്കസിനകത്തൊക്കെ? ഈ സർക്കസിന്റെ അതിനെ കൊണ്ടിരുന്ന ആള് വലിയൊരു വടിയും പിടിച്ചോണ്ട് ഈ കൂടിനകത്തിറങ്ങി അതിനെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി, കാല് പൊക്കി സ്റ്റൂളെ വെക്ക്, കാല് പൊക്കി മേശപ്പുറത്ത് വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അതിന്റെ അർത്ഥം തന്നെ അത് മെരുങ്ങിയിരിക്കുന്നു. കണ്ടോ, ഇത്രയും ക്രൂരമായ ജന്തുക്കളെ പോലും, മൃഗങ്ങളെ പോലും മനുഷ്യൻ എന്ത് ചെയ്തു? മെരുക്കിയെടുക്കും. മെരുക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ല, ചേഞ്ച് വരുത്തി. ഇത് മാറ്റം വരുത്തി, അത് അല്ലേ? പക്ഷേ അടുത്ത എന്നാ പറഞ്ഞേ? മരുകിയും ഇരിക്കുന്നു. അടുത്തത് നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല.
ഉദാഹരണം നിങ്ങളോട് പറയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് കയറാൻ പോകുന്ന ട്രംപ് പറഞ്ഞു, റഷ്യ ഉക്രൈൻ യുദ്ധം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, നിർത്താൻ പോവാ. ഇത് കേട്ട് ഇപ്പൊ പ്രസിഡന്റായിട്ടിരുന്ന പുള്ളി എന്ത് ചെയ്തു, അതിനപ്പുറത്ത് കയറി ഒരു കാച്ചി. പുള്ളി കുറച്ച് ബാലിസ്റ്റിക് മിസൈലൊക്കെ അങ്ങോട്ട്, ഭൂഖണ്ഡാന്തര മിസൈൽ അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് അടിച്ചേക്കാൻ പറ്റും. അതോടെ എന്ത് സംഭവിച്ചു? യുദ്ധം പോയി കിട്ടിയ പാടെ ഉക്രൈൻ ഒരെണ്ണം എടുത്ത് ഒറ്റയടി റഷ്യക്കിട്ട്. നമ്മുടെ നാട്ടിൽ പറയത്തില്ല, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനയ്ക്ക മേടിക്കാന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ യുക്രൈൻ കൊണ്ട് ഈ കിട്ടിയത് ഒരെണ്ണം കൊള്ളാമോ കൊള്ളത്തിന് നോക്കിയില്ല, കിട്ടിയ പാടെ ഒറ്റയടി ദയ കിടക്കുന്നത്. റഷ്യ അവിടുന്ന് ഒരു കുഞ്ഞത് ഇങ്ങോട്ട് തൊടുത്ത് വിട്ടേച്ച് പറഞ്ഞു, ഇത് വലുതൊന്നും അല്ല, ഉള്ളത് ചെറുതാ, ഞങ്ങൾ ഇപ്പൊ വിട്ടേക്കുന്നത്, അതുകൊണ്ട് മര്യാദക്ക് ഇരുന്നാൽ കൊള്ളാം. എന്നിട്ട് പറഞ്ഞു, ബ്രിട്ടനോടും പറഞ്ഞു, ബ്രിട്ടന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, മര്യാദക്ക് ഇരുന്നോളും. നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചായിരിക്കും. ബ്രിട്ടൻ ഏതാ? ഈ ഇരിക്കുന്ന ഈ സ്ഥലത്തോട് പറഞ്ഞേക്കുവാ, സൂക്ഷിച്ചോണം, പ്രാർത്ഥിച്ചോണം. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾ പത്രത്തിൽ വായിച്ചു നോക്കും, പത്രത്തിൽ കിടന്ന കാര്യമായി പറയുന്നത്. നോക്കിക്കേ, നാവിന് നമുക്ക് മൃഗം, പക്ഷി, ഇഴജാതി, നിങ്ങൾ കണ്ടില്ലേ പാമ്പാട്ടികൾ നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ഈ മകുടി ഊതുമ്പോ പാമ്പ് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും, അതിനെ തൊടും, ചിലരെടുത്ത് വായു വെക്കും, ഉമ്മ കൊടുക്കും, കഴുത്തേലിടും, ഇതെല്ലാം ചെയ്യും. അതിന്റെ അർത്ഥം അതിനെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? മെരുക്കിയെടുത്തു. പക്ഷേ നമുക്ക് ഇതുവരെ പറ്റാത്ത ഒരു സാധനമാണ് നാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മെരുക്കാൻ പറ്റിയിട്ടില്ല. മെരുക്കി എന്ന് പറയുന്ന അപ്പും പറഞ്ഞ് ദേഷ്യം വന്ന ഒരു രക്ഷയില്ല, അല്ലേ? രക്ഷയില്ല. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല ഇവൻ? നാം എന്ത് ചെയ്തിട്ട്, ഇവൻ എന്ന് പറഞ്ഞാൽ അപ്പനെ അല്ല, നാവിന്. ഇവൻ എന്ത് ചെയ്തിട്ടില്ല? ഇവനെ പറ, എന്ത് ചെയ്തിട്ടില്ല? അവൻ ചെയ്യുമായിട്ടില്ല. അതായത് അർത്ഥം. അപ്പൊ ആ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. നമ്മളൊക്കെ ഇരുന്ന് ചിരിച്ചു, നമ്മളതിനേക്കാൾ വലിയ പുള്ളികളാണ്. നമ്മൾ ദേഷ്യം വരണ്ട, അല്ല തന്നെ പറയുന്ന വാക്ക് കേൾക്കാൻ പറ്റാത്തതാ. നമ്മുടെ സ്വഭാവം ഇതാ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഇതുകൊണ്ട് പറയുക, അപ്പൊ അവര് ഭയങ്കര ദേഷ്യ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പിടിച്ചു കെട്ട് റെഡി ആയിട്ട്. നമുക്ക് മെരുക്കാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? 1:26 എന്നാ വായിച്ചേ? ഒരുവൻ തന്റെ നാവിനെ, യാക്കോബിന്റെ ലേഖനം 1:26 വാക്യം, തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി എന്താ? വ്യർത്ഥമത്രേ. അപ്പൊ നോക്കിയേ, ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തൻ എന്ന് ഹൃദയത്തിൽ നിരൂപിച്ച് നടന്നാൽ, നോക്കിയേ, ഇന്ന് പ്രസംഗ വേദികളിൽ തന്നെ ഇവരെന്നാ ചീറ്റുന്നത്, ഈ നാവ് എന്നാ ചീറ്റുന്നത്? വളരെ അർത്ഥമാക്കിയിട്ട് മൂന്നാം തീയതി നോക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചേ, സുവിശേഷം പറയേണ്ട പ്രസംഗ വേദികളിൽ പോലും ഇന്ന് ഈ നാവ് എന്നാ കാണിക്കുന്നത്? നമ്മൾ കേട്ടോണ്ടിരിക്കുവല്ലേ? നമ്മൾ പറയത്തില്ലേ, ചിലരുടെ പ്രസംഗം വിദ്വേഷം നിറഞ്ഞ പ്രസംഗം എന്ന് പറയത്തില്ലേ? അത് എവിടുന്നാ വരുന്നത്? നാവിൽ നിന്ന്. അതാ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്, നാവ് അല്ല, ഇതിന്റെ അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചീറ്റിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ദൈവ സുവിശേഷം അറിയിക്കേണ്ടുന്ന സ്റ്റേജുകളിൽ പോലും ഈ നാവനെ അടക്കാൻ വയ്യാതായതുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പോവുക. അതുകൊണ്ട് അനേകരെ വിശ്വാസത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അനേകരെ
അറിയേണ്ടവര്, യേശുവിനെ അറിഞ്ഞവര്, അവരുടെ വിശ്വാസത്തിൽ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വീണ് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ? നമ്മള് പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാവ് ഈ വിഷം കൊണ്ട്, ഈ പാമ്പ് വിഷം ചീറ്റുന്നോണ്ട് പാമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ചീറ്റേക്ക് അതിലെ ഇതിലെ കയറി എന്ത് ചെയ്യും? പോകും. ഇത് ആരുടെ പുറത്താ വീട്? അവർക്കാണ് എന്ത് കുഴപ്പം? നോക്കിക്കേ, പാമ്പ് കടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പലരും പാമ്പ് കടിച്ച് മരിക്കാറുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് അയ്യോ കടിച്ചെന്ന് പറഞ്ഞ് പാമ്പ് ചത്തു പോകും. പാമ്പ് ചാവത്തില്ല. പാമ്പ് അതിലെ ഇതിലെ കഴിഞ്ഞ് അവസാനം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ചെത്തി വെടിപ്പാക്കുന്നതല്ല. നമ്മളെല്ലാം വന്നിരിക്കുന്നത് അങ്ങനെ. ഇപ്പം നമ്മുടെ ദൈവസഭയുടെ നമുക്കറിയാം, ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ പണ്ട് ഇപ്പോഴേ നല്ല കമ്പനി കട്ട കൊണ്ടാ വീട് വെക്കുന്നത്. നല്ല പോലെ പണ്ട് കമ്പനി കട്ടയല്ലായിരുന്നു, ചൂളക്കകത്ത്, ഓർമ്മയുണ്ടോ? ചുടുകട്ട. അപ്പൊ ഇത് ചിലതിച്ചിരി മുഴച്ചു, ഇച്ചിരി തള്ളിയും ഒക്കെ ഇരിക്കും. ഇത് കെട്ടുമ്പോ എങ്ങനെ ഇത് കെട്ടുന്നതെന്ന് അറിയാമോ? അല്ലല്ല, ഈ മുഴച്ചിരിക്കുന്ന ഭാഗം എവിടെ വരും? അകത്ത് പോകും. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം വെളിയിൽ വെച്ച് എന്ത് ചെയ്യും? മേശിരി കെട്ടുന്നത് അങ്ങനെ. ഇപ്പോഴത്തെ എല്ലാം കമ്പനി കട്ട ആയതുകൊണ്ട്, അന്ന് കമ്പനി കട്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൈസയാ. ചുരുക്കം ചിലരെ കമ്പനി കട്ട വെച്ച് എന്ത് ചെയ്യത്തുള്ളൂ, കെട്ടത്തുള്ളൂ. ഇപ്പൊ എല്ലാവരും കമ്പനി കട്ട, ചൂടക്കട്ട ഇപ്പൊ ഇല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ. അപ്പൊ ഈ കട്ടയ്ക്ക് ഇച്ചിരി പൊട്ടലും ചില അകത്തുനിന്ന് ഇളകിപ്പോയതും പിന്നെ മുഴച്ചിരിക്കുന്ന ഒക്കെ ഭാഗമുണ്ട് ഈ കട്ടയ്ക്ക്, ചൂളക്കട്ടയ്ക്ക്. അപ്പൊ ഈ കെട്ടുന്ന ആള് പുറത്ത് നോക്കുമ്പോ എന്ത് ചെയ്യണം? നല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടി മുഴച്ചിരിക്കുന്ന ഭാഗമല്ല അകത്തോട്ടിട്ട് എന്ത് ചെയ്യും? കെട്ടും. എന്നിട്ട് ആ മുഴപ്പ് മാറ്റാൻ പിന്നെ എന്ത് ചെയ്യും? തേച്ചവനെ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കി പിന്നെ അതിന്റെ പുറത്ത് പെയിന്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോ ആരും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷേ ഈ കട്ട എന്നും എന്താ? മുഴച്ച കട്ടയാ. മനസ്സിലായോ? നമ്മൾ ഇന്ന് വന്ന് ദൈവസഭയുടെ അംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ. എങ്ങനെ? മുഴപ്പെല്ലാം നമ്മൾ എന്ത് ചെയ്തു? അകത്തോട്ട് കയറ്റി തേച്ച്. ആ തേപ്പാണ് ഇത് ഇത് ഇത്. മനസ്സിലായോ? ഇത്രയും റെഡിയാക്കി നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുക. നമുക്ക് ഇതുവരെ നമ്മുടെ നാവിനെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെത്താൻ നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനാണെങ്കിൽ യാക്കോബോസ്തലൻ പറഞ്ഞ കണക്കിന് നമ്മുടെ ഭക്തി ആണോ അല്ലയോ? നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. നോക്കിയേ, ഇവിടെ ഈ ചെത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യോബ് 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണോ 31-ന്റെ 1-ആണോ? യോബ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണുമായിട്ട് നിയമം ചെയ്തു. അല്ലേ? പറഞ്ഞിട്ടുണ്ട്. വേറെ പല ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഉടമ്പടി ചെയ്തു. എന്ത് കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ കവനന്റ്, ഉടമ്പടി. ആ ഉടമ്പടി ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറാൻ പറ്റത്തില്ല. അഥവാ നമ്മൾ മാറിയാൽ ആ ഉടമ്പടിക്ക് പിന്നെ എന്തില്ല, വാല്യൂ ഇല്ല. യോ പറഞ്ഞു, ഞാൻ എന്റെ കണ്ണുമായിട്ട് നിയമം ചെയ്തു. യാക്കോബോസ്തലൻ പറയുക, നാവിനെ നമുക്ക് മെരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി അല്ല, അത് വ്യർത്ഥമാണ്. കാരണം ഈ നാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിഷം തുപ്പിക്കൊണ്ടിരിക്കും. ചിലര് പറയത്തില്ലേ, അവൻ എന്നെ ഒന്ന് അടിച്ചിരുന്നേ ഞാൻ എന്ത് ചെയ്തേ, അന്ന് സഹിച്ചേനെ. പക്ഷെ അവൻ ആ പറഞ്ഞ വാക്ക് കേട്ടിട്ടില്ലേ? നാട്ടിലൊക്കെ അത് പറയുന്നത്, പിള്ളേർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. ആ വാക്ക് എന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു, മുറിച്ചു കളഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? നോക്കിയേ, നാവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, നമ്മുടെ ഭക്തി എന്തായിട്ട് മാറി? വ്യർത്ഥമാണ്. നമ്മൾ എവിടെ എത്തുകയല്ലേ? കാരണം നിത്യതയിൽ എത്തത്തില്ല, വേറെടുത്ത് എത്തുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എവിടാ?
അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എവിടെ എത്തത്തില്ലെന്നുള്ളോ? നരകത്തിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ എത്തത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, സെപ്പറേഷൻ അത് കുഞ്ഞു കാര്യമല്ല. 7 അടിസ്ഥാന ഉപദേശത്തിൽ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു, പിന്നെ സ്നാനപ്പെട്ടു, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പിന്നെ പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ എന്ത് വന്നിട്ടില്ല. അടുത്ത ഏതാ മോനെ? മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അടുത്ത അടിസ്ഥാന ഉപദേശം ഏതാ? പിന്നെ എളുപ്പം പറഞ്ഞു നോക്കിയ അടുത്തത് വേർപാട്. അപ്പോസ്തലിക ഉപദേശമൊക്കെ പിന്നെ കിടക്കുന്നത്, അപ്പം നുറുക്കുന്നതൊക്കെ പിന്നെ. ഇത് ചുമ്മാ വന്നവർക്കെല്ലാം ഒപ്പം നുറുക്കാനുള്ളതല്ല, വേർപാട് അനുഷ്ഠിക്കുന്നവർക്കുള്ളതാണ്. 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 4 വേർപാട്, അടുത്തത് കൂട്ടായ്മ, അപ്പോസ്തോലിക ഉപദേശം, പിന്നെ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുക. ഇതാണ് 7 അടിസ്ഥാന ഉപദേശം. ഇത് മിക്കവാറും എല്ലാവരുടെയും ബുക്കിൽ ഇരിക്കുന്ന 3-4 ഭാഗത്ത് കാണുന്നത് ഈ അടിസ്ഥാന ഉപദേശം എഴുതിയത്. ഇന്ന് എഴുതി, ഇനി ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ അന്നേരം എന്ത് ചെയ്യും? എഴുതി വയ്ക്കും. നോക്കിയേ, അപ്പൊ വേർപാട് അടിസ്ഥാന ഉപദേശത്തിൽ ഉള്ളതാണ്. അപ്പൊ നോക്കിയേ, നമ്മൾ സ്നാനപ്പെട്ടു, അല്ല മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് വന്നിട്ടില്ല? ചെത്തി ഒതുക്കൽ നമുക്ക് എന്ത് ചെയ്തില്ല? വന്നില്ല. അല്ലെങ്കിൽ വേർപാട് നമുക്ക് എന്ത് ചെയ്തില്ല? വന്നില്ല. അവിടെ ഇവിടെയൊക്കെ നമുക്ക് എന്ത് വന്നു? നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന റോഡല്ല, അവിടെ എവിടെ വന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ഒരു കുഞ്ഞ് ഓട്ടോടെ ചെറിയ ലോറി പുറകിനകത്ത് കൊണ്ടുവന്ന് ഒരു കുറച്ച് സാധനങ്ങൾ കൈ കൊണ്ട് കുറച്ച് വാരി ഇവിടെ ഇട്ട്, കൈ കൊണ്ട് കുറച്ച് വാരി ഇവിടെ ഇട്ട് 2 കുത്തും കുത്തി ഇറക്കി അവരെന്ത് ചെയ്തു? പോയി. റോഡ് പണി എന്ത് ചെയ്തു? കഴിഞ്ഞോ? സത്യത്തില് ഇല്ല. നോക്കുമ്പോ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇന്ന് സഭയ്ക്ക് പഠിപ്പിക്കേണ്ടത് ഇതാ. കാരണം ദൈവസഭയെ ചേർക്കാനാണ് കർത്താവ് വരാൻ പോകുന്നത്. വെട്ടി ഒതുക്കപ്പെടാത്ത, ചെത്തി ഒതുക്കപ്പെടാത്ത കല്ലുകളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവസഭ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഭ പണിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറയുക, ഞാൻ ചെത്തി ഒതുക്കപ്പെടാത്തതുകൊണ്ട് സഭ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പണിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല എന്ന് വിചാരിച്ചായിരിക്കണ്ട. ഈ കല്ലെടുത്ത് കളഞ്ഞേച്ച് വേറെ കല്ലിനെ എന്ത് ചെയ്യും? കർത്താവ് താമസിക്കുന്നത് എന്താന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ചില കല്ലൂടെ എന്ത് ചെയ്യണം? ചേർക്കപ്പെടാറുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ ചില കല്ലൂടെ ചേർക്കപ്പെടാറുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെത്താൻ അനുവദിക്കത്തുമില്ല, ദൈവസഭയുടെ കല്ലു ആകത്തില്ല. പക്ഷെ അതൊന്നും പറഞ്ഞ് ഇരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതെടുത്ത് വെച്ച് വേറെ കല്ലിനെ കയറ്റി അവിടെ എന്ത് ചെയ്യും? വെക്കും. നിങ്ങൾ പറയുക, ഞാൻ മാനസാന്തരപ്പെടത്തില്ല, കർത്താവ് വരൂല്ലെന്ന് അറിയട്ടെ. കർത്താവ് പറയുന്നത് ചിലർ കൂടെ മാനസാന്തരപ്പെടട്ടെ, ഞാൻ പെടത്തില്ല. ചിലർ ഞാൻ പെടത്തില്ല, കർത്താവ് വരുമെന്ന് കാണണം. നിന്റെ അടുത്ത് അങ്ങോട്ട് കളഞ്ഞ വേറെ കല്ലിനെ പൊക്കി എടുത്ത് ചെയ്യും, അവിടെ വയ്ക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ശൗലിനെ രാജസ്ഥാനത്തുനിന്ന് തീരും നീക്കിക്കളഞ്ഞു അല്ലേ? ശമൂവേൽ പ്രവാചകൻ എന്ത് ചെയ്തു? എത്ര നാൾ നമ്മൾ പഠിച്ചു
ശമൂവേൽ പ്രവാചകൻ എന്നാ ചെയ്തു? ഇശായുടെ ഭവനത്തിൽ പോയി അതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. പാട്ടുപാടി പ്രാർത്ഥിച്ചു. ശമൂവേൽ പ്രവാചകൻ വിഷമിച്ചു. കാരണം ഈ ശമൂലിനെ അഭിഷേകം ചെയ്ത ആരാ? ശമൂവേൽ പ്രവാചകൻ. അപ്പൊ ഈ ശമൂവേലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ ശമൂവേലിന് ഭയങ്കര വിഷമം, ഭയങ്കര പ്രയാസം. അപ്പം സ്വർഗത്തിലെ ദൈവം ശമൂവേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയത് കൊണ്ട് നീ വിഷാദിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. അതിന്റെ അർത്ഥം ശമൂവേലിന് എന്തുണ്ട്? വിഷമമുണ്ട്. നീ കൊമ്പിൽ അഭിഷേക തൈലം എടുത്തുകൊണ്ട് ഇശായുടെ ഭവനത്തിലേക്ക് ചെല്ലുക. അവിടെ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ? ഈ ശൗലിനെ ആരാ തെരഞ്ഞെടുത്തേ? ദൈവം ആണെ തെരഞ്ഞെടുത്തേ. അഭിഷേകം ദൈവം പറഞ്ഞിട്ടാണ് ശമൂവേൽ പോയി എന്ത് ചെയ്തത്? കൊടുത്തത്. പക്ഷെ ഇവരെ രാജസ്ഥാനത്ത് മാറ്റിയത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. അതിന്റെ കാരണം എന്നാ? കാരണം എന്നാ? അനുസരണക്കേട് കാണിച്ചു ഇല്ലേ? ദൈവം പറഞ്ഞു, നീ പോയി അമാലേക്യരെ മൊത്തം എന്ത് ചെയ്യണം? ഉന്മൂലനാശം വരുത്തണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ചെന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, 24 കോടി രൂപ വിലയുള്ള ഒരു എരുമ. നിങ്ങൾ യൂട്യൂബിൽ കണ്ടോ? 24 കോടി രൂപ. അതിന് കൊടുക്കുന്ന ഒരു ദിവസം 1500 രൂപയുടെ നെറ്റ്സാ ഒരു ദിവസം കണ്ടായിരുന്നോ? പുള്ളി അവിടെ ചെന്നപ്പോ ഇതുപോലുള്ള കുറെ എരുമയും പോത്തിനെയും കണ്ടു. എവിടെ? അമാലേക്കനോടെ ചെന്നപ്പോ. അപ്പൊ കൊഴുത്ത് അങ്ങനെ എഴുതി എന്നുവെച്ചാൽ 1500 രൂപയുടെ നട്ട്സ് ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കൊഴുത്തതും അങ്ങനെ എഴുതിയിരിക്കുന്നു. തടിച്ചതുമായ ആടിനെ മാടിനെ എല്ലാം പുള്ളി എന്ത് ചെയ്തു? പിടിച്ചും കൊണ്ടുവന്നു. കർത്താവ് എന്നാ പറഞ്ഞേ? മുഴുവൻ ഉന്മൂലനാശം ചെയ്യണം. പുള്ളി പോയി കൊഴുത്തതും തടിച്ചും എല്ലാം പിടിച്ചും കൊണ്ടുവന്നു. ശമൂവേൽ പ്രവാചകൻ നേരെ ചെന്നിട്ട് ചോദിച്ചു, ദൈവം പറഞ്ഞൊക്കെ നീ കേട്ടോന്ന് ചോദിച്ചു. പിന്നെ എല്ലാം കേട്ടോന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ പിന്നെ എന്താണ് എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്രയും എന്താ? നിങ്ങൾ മലയാളം ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഉടനെ ശമൂവേൽ എന്നാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അത് ജനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാനായിട്ട് പിടിച്ചോണ്ട് വന്നയാന്ന് പറഞ്ഞു. ഉടനെ ശമൂവേൽ പറഞ്ഞു, എന്നാ ദൈവത്തിന്റെ ആലോചന ഇപ്പൊ കേട്ടോളാൻ പറഞ്ഞു, പിടിച്ചോളാൻ പറഞ്ഞു. ദൈവം നിന്റെ കണ്ണിന് നീ ചെറുതായിട്ടും നീ ഒരു ചെറിയ ഗോത്രം, ഏത് ഗോത്രക്കാരനായിരുന്നു? ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകനായ ശൗല്. നീ ഒരു ചെറിയ ഗോത്രത്തിൽ ജനിച്ചവനായിട്ടും ദൈവം നിന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് ദൈവം അരുളി ചെയ്യുന്നു, ദൈവം നിന്റെ ഒരു കാര്യത്തിന് ഒരിടത്ത് അയച്ചിട്ട് നീ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? നീക്കി കളഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് വീട്ടിൽ വന്ന് ശമൂവേൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പക്ഷെ ദൈവം വിഷമിച്ചിരുന്നില്ല. ദൈവം എന്നാ ചെയ്തത്? അടുത്ത ആളിനെ അവിടെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അടുത്ത ആളിനെ അവിടെ ദൈവം പറഞ്ഞു പോയി അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ദാവീദിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുക ഞാൻ മാനസാന്തരപ്പെടത്തില്ല, ഞാൻ സ്നാനപ്പെടത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല, ഇതിനൊന്നും ആവശ്യമില്ല, വേണ്ട വേണ്ട വേണ്ട, ചെത്താൻ അനുവദിക്കത്തില്ല. കർത്താവ് പറയും ചെവിക്ക് പിടിച്ച് അങ്ങോട്ട് മാറ്റിച്ച് വേറൊരു കല്ലെടുത്ത് എന്ത് ചെയ്യും? അവിടെ വെച്ച് ദൈവസഭ പണി. മനസ്സിലായോ? അനുവദിക്കാത്ത ഞാൻ എവിടെ പോകും? എന്റെ നിത്യത എന്ത് ചെയ്തു? ഇവിടെ നിത്യത നഷ്ടപ്പെടുത്തിയത് ആരാ? കർത്താവാണോ ഞാനാണോ? നമ്മൾ. അതുകൊണ്ട് നിത്യത നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. നരകത്തിൽ പോകാനുള്ള നിത്യതയിലെത്താൻ ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ